ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 133 സങ്കീർത്തനം 1 വാക്യം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഒരാൾ ഒരു പാടത്തിന് സമീപമുള്ള റോഡിലൂടെ കാർ ഓടിച്ചു പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടി കാർ പാടത്തേക്ക് മറിഞ്ഞു. കാർ തിരികെ കയറ്റാൻ അയാൾ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഒരു കർഷകൻ കഴുതയുമായി അതിലൂടെ നടന്നു വരുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് നേരമായി കാർ തിരികെ കയറ്റാൻ ശ്രമിക്കുകയാണെന്നും തന്നെ സഹായിക്കണമെന്നും അയാൾ കർഷകനോട് അഭ്യർത്ഥിച്ചു. തീർച്ചയായും സഹായിക്കാം, എൻ്റെ കഴുതയെ ഉപയോഗിച്ച് ഉടനെ തന്നെ കാർ തിരികെ കയറ്റാൻ കർഷകൻ മറുപടി നൽകി. അപ്പോഴാണ് അയാൾ ആ കഴുതയെ ശ്രദ്ധിക്കുന്നത്. കാഴ്ചയിൽ വളരെ മെലിഞ്ഞതും പ്രായമുള്ളതുമായിരുന്നു അത്. ആ കഴുതയ്ക്ക് ഒറ്റയ്ക്ക് കാർ വലിച്ച് റോഡിലേക്ക് കയറ്റാൻ സാധിക്കും എന്ന് അയാൾക്ക് തോന്നിയില്ല. എങ്കിലും മറ്റു നിർവാഹമില്ലാത്തതിനാൽ സമ്മതിച്ചു. കർഷകൻ ഒരു കയറെടുത്ത് കാറിലും മറുവശം കഴുതയുടെ ശരീരത്തിലും കെട്ടി. അതിനുശേഷം എടാ ദാമു, സോമു, രാമു, പരമു, വലിയട എന്ന് പറഞ്ഞ് കഴുതയെ പ്രോത്സാഹിപ്പിച്ചു. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാർ റോഡിലേക്ക് തിരികെ കയറ്റാനായി. ഇതെല്ലാം കണ്ടതോടെ കാറിൻ്റെ ഉടമസ്ഥന് സംശയമായി. അവിടെ ആകെ ഒരു കഴുതയേ ഉള്ളൂ, എന്നാൽ വേറെയും പേരുകൾ അയാൾ വിളിക്കുന്നുണ്ട്. കാഴ്ചയിൽ ക്ഷീണിതനായ ആ കഴുത ഒറ്റയ്ക്ക് കാർ വലിച്ച് റോഡിലേക്ക് കയറ്റുകയും ചെയ്തു. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? തൻ്റെ സംശയം അയാൾ കർഷകനോട് ചോദിച്ചു. കർഷകൻ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, പണ്ട് എനിക്ക് 4 കഴുതകളുണ്ടായിരുന്നു. അവ എപ്പോഴും ഒരുമിച്ചായിരുന്നു പണിയെടുത്തിരുന്നത്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ ഒന്നിച്ച് കെട്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ അവയുടെ പേരുകൾ മാറി മാറി വിളിച്ച് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അവ ഒന്നിച്ച് ആവേശത്തോടെ പണിയെടുക്കും. പ്രായമായപ്പോൾ 3 ചത്തു. അതോടെ ഇതുമാത്രം അവശേഷിച്ചു. ഇതിനും പ്രായമായി ക്ഷീണിക്കുകയും ദുർബലനാവുകയും ചെയ്തു. പക്ഷേ കൂടെ മറ്റു കഴുതകൾ ഉണ്ടെന്നുള്ള തോന്നലുണ്ടായാൽ ഇവൻ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പണിയെടുക്കും. അങ്ങനെ തോന്നുന്നതിന് വേണ്ടിയാണ് ഞാൻ മറ്റു കഴുതകളുടെ പേരുകൾ വിളിച്ചു പറയുന്നത്. ടീം വർക്ക് അഥവാ കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് വിജയത്തിന് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതായ ഒന്നാണ്. ഒന്നിച്ച് നിൽക്കാൻ തയ്യാറായാൽ വലിയ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സാധിക്കും. കൂടുതൽ കരുത്തോടെ പോരാടാനായി സാധിക്കും. സഭയായി, സമൂഹമായി, ക്രിസ്തീയ സമൂഹമായി നമുക്കൊന്നിച്ച് നിൽക്കുമ്പോൾ സാത്താൻ്റെ എല്ലാ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും എതിർപ്പുകളെയും അതിജീവിക്കുവാനായി നമുക്കും സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു സമൂഹമായി സാഹോദര്യ മനോഭാവത്തോടുകൂടെ ഒന്നിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.